ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ ക്യുബാക്കിലെ യാത്ര തുടരുകയാണ്. എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവൻ കണ്ടിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾഡ് ക്യുബാക്ക് ആണ്. ഇതാണ് ഓൾഡ് ക്യുബാക്ക്. ഓൾഡ് ക്യുബാക്കിൽ അപ്പർ ടൗണും ഉണ്ട്, ലോവർ ടൗണും ഉണ്ട്. ഇത് ലോവർ ടൗൺ ഏരിയ ആണ് കേട്ടോ. ഓൾഡ് ക്യുബാക്ക് ഒരു ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെയധികം കെട്ടിടങ്ങളും മറ്റും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ക്യുബാക്ക് എന്നത് ഒരു ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന കാനഡയിലെ പ്രൊവിൻസ് ആണ്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ നോക്കൂ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ആർക്കിടെക്ചറൽ വർക്കാണ്. നടപ്പാതകളും സ്ട്രീറ്റ്സും ഒക്കെ ഒരു പ്രത്യേകത നിറഞ്ഞതാണ്. ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത് പ്ലേസ് റോയൽ എന്നാണ്. ധാരാളം ബിൽഡിങ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെയുള്ള ഒരു ഏരിയയാണിത്. ദിവസേന വളരെയധികം വിസിറ്റേഴ്സ് വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. മുമ്പേ ഇതൊരു ഫ്രഞ്ച് കോളനിയായിരുന്നു. അതിനുശേഷം ബ്രിട്ടീഷ് കോളനിയായി. പിന്നീടാണ് ഇത് കാനഡയുടെ ഭാഗമായത്. അപ്പോൾ ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും ബിൽഡിങ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ആയിരത്തി 1985 ഓൾഡ് ക്യുബാക്കിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാക്കി അംഗീകാരം കൊടുത്തു. ഇത് നോട്ടർഡാം വിക്ടോറിയ ചർച്ചാണ്. കണ്ടോ, അയാളുടെ മ്യൂസിക്കിനനുസരിച്ച് ആൾക്കാരൊക്കെ ഡാൻസ് ചെയ്യുന്നതാണ്. ഓൾഡ് ക്യുബാക്കിലെ മറ്റൊരു അട്രാക്ഷനാണ് ഇവിടുത്തെ പോർട്ട്. വളരെ പ്രസിദ്ധമായ ഈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് സെൻറ്റ് ലോറൻസ് നദിയുടെ തീരത്താണ്. ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെൻറ്റ് ലോറൻസ് നദി.
കണ്ടോ, ഈ കപ്പൽ തുറമുഖത്തിന് അടുത്തെത്തി. ഇതിൽ കുറേ കാറുകളും മറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഈ തുറമുഖത്ത് ഇറക്കും. സമയക്കുറവ് കാരണം ഇതൊന്നും അൺലോഡ് ചെയ്യുന്നത് കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ക്യുബേക്കിലെ തന്നെ വേറൊരു ഫേമസ് സിറ്റിയായ മോൺട്രിയാലിലേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.